ഞാൻ ഒരു 25 കൊല്ലം ചുമട്ട് തൊഴിലാളിയായിട്ട് പണിയെടുത്ത ഒരാളാണ്. ശരി. തഴുക്കിൽ നിൽക്കുന്ന നേരത്ത് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറയുന്നു, ഏയ് സെൽവരാജ്, നിങ്ങളെ കാണാൻ വേണ്ടി 2 പിള്ളേരോട് വന്ന് നിൽക്കുന്നുണ്ട്. ആ ഡയറക്ടറുടെ പേര് അരുൺ ഡൊമിനിക്. എനിക്ക് തോന്നുന്നു ഞാനയുടെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അടിച്ചു വന്നൊരു പടം എൻ്റെ ഈ മമ്മൂക്കടയും കൂടിയിട്ടാണ്. ഈ പച്ചാളം ബാസിയും ചേട്ടൻ തമ്മിലുള്ള ബന്ധം എന്താ? ഷൂട്ട് നടക്കുന്ന സമയത്തെല്ലാം ഈ സിനിമയെ പറ്റിയും ഞങ്ങൾ 5 പേരെ പറ്റിയും ഭയങ്കര വാർത്താ പ്രാധാന്യം ഉണ്ടായ സമയമാണ്. സ്കൂളിലെ രോമാഞ്ചമായിരുന്നു. 81 ഞാൻ പോരുമ്പോൾ ആ സ്കൂളിൽ നല്ലൊരു ഓളം, വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ 81 സ്കൂളിൽ നിന്ന് പോരുന്നത്. ഒരു നടൻ എന്ന നിലയിൽ സെൽവൻ ചേട്ടനെ വേണ്ട വിധം സിനിമ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു പടമൊക്കെ ചെയ്ത് ഒരു സംവിധായകനായ ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കൂല. ഇദ്ദേഹം അങ്ങനെയല്ല, ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. പക്ഷെ നമുക്ക് പറയുന്നത് ആ ഷോട്ട് 2ാമത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറയുന്നത്, ഷൈ സാർ പറയുന്നത്, എന്തിനാണ് ആ ഷോട്ട് 2ാമത് എടുക്കുന്നത്, അത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. സെൽവൻ ചേട്ടാ പറയേ, നമ്മുടെ നാട്ടിൽ പല സമയത്ത് പല രീതിയിൽ പല വേഷങ്ങൾ ചേട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോഴേക്ക് സംസാരിക്കാറുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പച്ചാളം ബാസിയും ചേട്ടൻ തമ്മിലുള്ള ബന്ധം എന്താ? പച്ചാളം ബാസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ, അദ്ദേഹം സിനിമ പഠിക്കാനെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ലോകധർമ്മി എന്ന് പറയുന്ന നമ്മളുടെ നാടക തിയേറ്ററിൽ, അന്ന് ബാസബേരി എന്നാണ് അതിൻ്റെ പേരിൽ, അവിടെ വരികയാണ്. പക്ഷെ അവിടെ സിനിമയൊന്നും പറഞ്ഞ് വരാൻ പറ്റില്ല. ചന്ദ്രാസൻ മാഷാണ് അതിൻ്റെ ഡയറക്ടർ, എൻ്റെ ഗുരുസ്ഥാനീയനായ ആൾ. അവിടെ നാടകം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അയാൾ ഒരു ദിവസം, ഒരു ഞായറാഴ്ചയാണ് അവിടെ വരുന്നത്. അപ്പോൾ അന്ന് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് സംസ്കൃത കോളേജിൻ്റെ ഒരു കോർണറിലാണ്. അവിടെയാണ് നമ്മുടെ സ്പേസ്. പൗലോസ് മാഷിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ അവിടെ ചെയ്യുന്നത്. അന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ നവരസങ്ങൾ, ലോകധർമ്മിയും നാട്യധർമ്മിയും. നാട്യധർമ്മിയിൽ എങ്ങനെയാണ്, ലോകധർമ്മിയിൽ എങ്ങനെയാണ്, നവരസങ്ങൾ, ഇതാണ് ക്ലാസ് നടക്കുന്നത്. ആ ക്ലാസ് ചെയ്യുന്ന ആൾ ഞാനാണ്. ആ ക്ലാസ്സിലേക്കാണ് ഈ റോഷൻ ആൻഡ്രൂസ് വരുന്നതും അയാൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് നാൾ നമ്മളോടൊപ്പം നിൽക്കുകയും പിന്നെ സിനിമ എന്നുള്ള രീതിയിൽ അദ്ദേഹം വിട്ടുപോവുകയും ചെയ്തു. പിന്നീട് പുള്ളി ചെയ്ത ആ സിനിമക്കകത്ത് ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന മഹാനായ ആ നടൻ പച്ചാളം ബാസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവതരിപ്പിക്കും. അന്ന് ഇയാൾ വരുമ്പോൾ, റോഷൻ ആൻഡ്രൂസ് വരുമ്പോൾ, എൻ്റെ ഇപ്പം കാണുന്ന രൂപമല്ല അന്നത്തെ രൂപം. എനിക്ക് ഒരു സാമാന്യം കൊള്ളാവുന്ന അത്രയും അറ്റം വരെ നീണ്ട തലമുടിയും, ഈ ക്ലീൻ ഷേവാണ് അപ്പോഴും. കാരണം കർണഭാരം നാടകം കളിച്ച് നടന്ന കാലം മുതൽ ഈ തടിയും ഇത് വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ക്ലീൻ ഷേവാണ്. അപ്പോൾ ആ ഒരു ക്ലീൻ ഷേവും ഇങ്ങനെ നീണ്ട അറ്റം വരെ നീണ്ടു കിടക്കുന്ന തലമുടിയും പിന്നെ നമ്മളുടെ ഒരു ഇത് പറയുന്ന രീതിയും ഒക്കെ ആ ഒരു ക്യാരക്ടറിന് പറ്റിയതാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ആ പച്ചാളം ബാസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പച്ചാളം ബാസി ഉണ്ടാകുന്നത്. പുള്ളി സിനിമയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടാകും. അത് മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, അങ്ങനെ മാറ്റം വരുത്തിയായിട്ട്. കാരണം ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ജഗതി ശ്രീകുമാറിൻ്റെ അടുത്ത് ഒരുപക്ഷെ ഈ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ നവരസങ്ങൾ, ശൃംഗാരം, ഹാസ്യം, പറയുന്ന നവരസങ്ങളുണ്ട്. അത് ഓൾറെഡി ഒരാളെ പഠിപ്പിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിക്കുമ്പോൾ ഈ നവരസങ്ങളുണ്ട്. പക്ഷേ ലോകധർമ്മിയിൽ എങ്ങനെയാണ് അത് സാറ് ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞു കാണും, സാറിന് ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ വക അതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടുന്ന അതാണ് പച്ചാളം ബാസി. ഞാൻ സിനിമയിൽ സെൽവൻ ചേട്ടനെ ശ്രദ്ധിച്ചത് ബിഗ് ബിയിലാണ്. ബിഗ് ബി ഞാൻ ശരിക്കും ചേട്ടൻ ഒരു ഫോട്ടോജിക്കാരൻ തന്നെയാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് മുമ്പും സിനിമ ചെയ്തിട്ടുണ്ടോ അല്ലേ? അതിനു മുമ്പ് സിനിമ ചെയ്ത അതിൽ ഞാൻ ആദ്യം ഒരു ആദരാഞ്ജലികൾ പറഞ്ഞിട്ടാണ് അതെനിക്ക് പറയാൻ പറ്റും. അല്ല, ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ ഒരു ആദരാഞ്ജലി എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് KR രാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലിയുള്ള ഒരാളാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ റിക്രിയേഷൻ ക്ലബ്ബ് എല്ലാ വർഷവും നാടകം മത്സരങ്ങളും നടത്തും, കുട്ടികളുടെ ക്യാമ്പും നടത്തും. അങ്ങനെ ഒരു ക്യാമ്പിൽ ഞാൻ അവിടെ പോവുകയും അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠസ്ഥാനീയനായിട്ട് അദ്ദേഹം മാറുകയും അങ്ങനെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു സിനിമ ചെയ്യുന്നു. അമ്പിളി എന്ന് പറയുന്ന ഡയറക്ടറാണ് എൻ്റെ ആദ്യത്തെ ഡയറക്ടർ. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. ഈ രാജൻചേട്ടൻ്റെ അനിയൻ സോമൻ കൊടകര എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. എൻ്റെ പ്രൊഡ്യൂസർ ഈ നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ മകളാണ്. അവർ ഈ അടുത്ത ദിവസമാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. ഒരു 3, 4, 5 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അവർക്കൊരു ആദരാഞ്ജലികൾ ഈ സമയത്ത് പറയാൻ പറ്റുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുന്നത്. അങ്ങനെ ആദ്യത്തെ സിനിമ കുരുതിപ്പൂക്കൾ എന്ന് പറയുന്ന സിനിമ, അമ്പിളി എന്ന് പറയുന്ന സംവിധായകൻ്റെ ക്രിഷ് കൈമിൾ എന്ന് പറയുന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് എൻ്റെ മുഖത്തേക്ക് ക്യാമറ വെക്കുന്നത്. അങ്ങനെ ആദ്യം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലുടനീളം സ്കൂളുകളിൽ മുഴുവൻ കളിച്ച് നടക്കുക. സംഗീതയിൽ അതൊരു 2 ആഴ്ചക്കാലം ആ സിനിമ ഓടി. അതാണ് ആദ്യത്തെ സിനിമ. അതിനുശേഷം ഒരു ശ്രദ്ധേയമായ റോൾ ചെയ്തത് കുട്ടി സ്ട്രാങ്കിലാണ് അല്ലേ?
ബിഗ് ബി ആണ് എന്നെ എവിടെ ചെല്ലുമ്പോഴും എന്നെ പറയണത്. ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ കണ്ട ബിഗ് ബി പറയും. ബിഗ് ബി കുറച്ച് ഡയലോഗ് പോർഷനും ഒക്കെ പറയും. പക്ഷേ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ കുട്ടിശ്രാങ്കാണ്. കുട്ടിശ്രാങ്ക് ഷാജി സാറിൻ്റെ കൂടെയുള്ള ജോലി എങ്ങനെയുണ്ടായിരുന്നു? ഷാജി സാറിൻ്റെ കൂടെ ഭയങ്കര രസമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന് വലിയൊരു മനുഷ്യനായി നമ്മളെ കാണുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായ എന്താ പറയണ ഒരു പാവ മനുഷ്യനായിട്ടാണ്, പതുങ്ങിയ മനുഷ്യനായിട്ടാണ് വിളിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് നമ്മൾ വരണേ ഉള്ളൂ, പക്ഷേ സാധാരണ നമ്മൾ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരല്ലേ വിളിക്കുക. പക്ഷേ ആ സിനിമക്കകത്ത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പാഞ്ചി എന്നാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും പാഞ്ചി എന്നേ വിളിക്കുകയുള്ളൂ. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ഇങ്ങനെ പല സമയങ്ങളിലും തമ്മിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പാഞ്ചി എന്നേ വിളിക്കുകയുള്ളൂ. പിന്നെ ആർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളെ എപ്പോൾ പുള്ളിനെ ഫോണിൽ വിളിച്ചോ ഫോൺ എടുക്കും, പുള്ളി എടുക്കാൻ ബിസിയാണ്, തിരിച്ചു വിളിക്കും. ഇത് ഏറ്റവും ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു പടമൊക്കെ ചെയ്ത് ഒരു സംവിധായകനായ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇദ്ദേഹം അങ്ങനെയല്ല, ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പം ഈ പാഞ്ചി എന്നുള്ളൊരു വിളി, അദ്ദേഹത്തിൻ്റെ എളിമ, അങ്ങനെ. പിന്നെ പുള്ളി ആ സിനിമയുടെ ഒരു പ്രത്യേകത, അന്ന് 5 നാടകത്തിൽ നിന്ന് 5 പേരാണ് സിനിമയിലേക്ക് വരുന്നത്. ഞാൻ, രാജീവ് കളമശ്ശേരി, കൃഷ്ണൻ, സജി സോപാനം, രാജേഷ് ശർമ്മ. ഞങ്ങൾ 5 പേരാണ് അന്ന് സിനിമയിൽ ഒരു നാടകത്തിൽ നിന്ന് വരുന്നത്. ഷൂട്ട് നടക്കുന്ന സമയത്തെല്ലാം ഈ സിനിമയെ പറ്റിയും ഞങ്ങൾ 5 പേരെ പറ്റിയും ഭയങ്കര വാർത്താ പ്രാധാന്യം ഉണ്ടായ സമയമാണ്. 5 പേര് സിനിമയിലേക്കെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഭയങ്കര വാർത്താ പ്രാധാന്യം ഉണ്ടായതാണ്. ആ സിനിമ വരുന്നതോടുകൂടി നമ്മുടെ കരിയർ മാറും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആ കാലത്ത് പല ഈ ചാനലൊന്നും അത്ര ഭയങ്കര പോപ്പുലർ മാഗസിൻസാണത്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നാന പോലുള്ള വാരികകൾ നമ്മൾ സ്ഥിരമായി, നാടകക്കാരനാണെങ്കിൽ പോലും നാന വാരിക നമ്മൾ സ്ഥിരമായി വായിക്കും. അത് വീട്ടിൽ മേടിച്ചിട്ടല്ല, അടുത്ത ബാർബർ ഷോപ്പ് അവിടെയൊക്കെയാണ് ഉണ്ടാവുക. അവിടെ പാക്കരൻസ് കൊണ്ടൊരു ബാർബർ ഷോപ്പ് ഉണ്ട് നമുക്ക് തൊട്ടടുത്ത്, അവിടെ ഈ സാധനം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ നടുക്കത്തെ പേജ് എന്ന് പറയുന്നത് ഈ പാതി പിന്നെ വസ്ത്രമില്ലാത്ത ഒരു പടമായിരിക്കും, അർദ്ധനഗ്ന പടമായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ വരിക. പക്ഷേ എനിക്ക് തോന്നുന്നു നാനയുടെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അടിച്ചു വന്നൊരു പടം എൻ്റെ ഈ മമ്മൂക്കടയും കൂടിയിട്ടാണ്. ഞാനും മമ്മൂക്കും കൂടി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പടം, നടുക്ക് പേജ്. പിന്നെ പടം നമ്മൾ വിചാരിച്ച പോലെ ആ പടം അങ്ങനെ അവാർഡ് വന്നു. അതൊരു വലിയ കാര്യമാണ്. ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞ ആ സിനിമ അവാർഡ് വന്നൊരു സിനിമ, അതിൻ്റെ ഒരു അഭിമാനം. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളായിരിക്കും അല്ലേ, കിട്ടാതെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര പ്രതീക്ഷിച്ചതാണ്. കാരണം മമ്മൂക്ക, അതുപോലെ തന്നെ മമ്മൂക്ക എൻ്റെ സിനിമയിലെ ഗുരുനാഥനാണ് മമ്മൂക്ക. അത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ, നമുക്ക് നേർവഴി പറഞ്ഞു തരുന്ന ഒരാളായിരിക്കും എപ്പോഴും നമ്മളൊരു ഗുരുസ്ഥാനീയനാകുന്നത്. അപ്പോൾ ഈ മമ്മൂക്കയുടെ ഏറ്റവും ഭയങ്കര പ്രത്യേകത, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില വിഷ്വൽസ് ഉണ്ട്, ചിത്രമുണ്ട് പുള്ളിയുടെ കൂടെ ഉള്ളത്. ഒന്ന്, ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഒരു ഷോട്ട്, ഫോട്ടോ വെച്ച് കടപ്പുറത്ത് ഒരു ഷോട്ട്, ഞങ്ങൾ 5 പേര്, പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ സാറ്, ഞങ്ങൾ ഈ സ്രാങ്കിനെ കാണാതെ വിഷമിച്ച് മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സ്രാങ്ക് വരികയും സ്രാങ്കിനെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഓടിപ്പോയിട്ട് അയാളെ ഇങ്ങനെ മമ്മൂക്കാനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഷോട്ടൊക്കെ ഷോട്ടായി. പക്ഷേ മമ്മൂക്ക പറയുന്നത് ആ ഷോട്ട് 2ാമത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറയുന്നത്, ഷായി സാർ പറയുന്നത്, എന്തിനാണ് ആ ഷോട്ട് 2ാമത് എടുക്കുന്നത്, അത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, 2ാമത് പോകണം. അപ്പോൾ മമ്മൂക്ക അങ്ങനെ പറഞ്ഞപ്പോൾ 2ാമത് ഷോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ കഴിഞ്ഞ ഷോട്ടിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നത് തിരിഞ്ഞിട്ടാണ്. അപ്പം നിങ്ങളുടെ ബാക്കാണ് ഈ സ്ക്രീനിൽ കാണുള്ളൂ. നിങ്ങളുടെ ബാക്കാണോ കാണേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ടാണോ കാണേണ്ടത്, അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് അങ്ങനെ പുള്ളി, അയാൾക്ക് അതിൻ്റെ കാര്യമില്ല, പക്ഷെ അങ്ങനെ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഷൂട്ട് ഇതിൻ്റെ ലാസ്റ്റ് ദിവസം കുന്താപുരയിൽ ഒരു ദ്വീപിലാണ് ആ ഷൂട്ട് നടക്കുന്നത്. വെള്ളം ഒരു 3 മണിക്ക് വെള്ളം കയറും, 5 മണിയാകുമ്പോൾ വെള്ളം ഇറങ്ങി വേലിയേറ്റം. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അതൊരു വലിയൊരു വിഷ്വലാണ്. ആ സ്ഥലം അങ്ങനെ പോണ സമയത്ത് കുറേ പോയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അദ്ദേഹം, നിങ്ങളുടെ പേരെന്നാ പറഞ്ഞതെന്ന് ചോദിക്കണം എൻ്റെ അടുത്ത്. ഞാൻ സെൽവരാജ് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച അദ്ദേഹം നമ്മളെ മറന്നുപോയിട്ടുണ്ടാവും എന്നൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ കാണുമ്പോഴും നമ്മളെ മറന്നിട്ടില്ല. ഞാൻ മറക്കുമെന്ന് വിചാരിച്ചിട്ടും നമ്മൾ മറന്നിട്ടില്ല. അപ്പം അതൊരു വലിയ കാര്യമാണ്, സത്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണണം
എന്ന് ആഗ്രഹിച്ചാണ് അന്ന് ഞാൻ പോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയൊരു സന്ദർഭം ആയിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെ പിന്നെ ഈ പത്രക്കാർ ചാനലുകാരൊക്കെ ഇരിക്കണതിൻ്റെ ഒരു മൂലയിൽ പോയിട്ട് ഞാനൊരു സുഹൃത്തും ഉണ്ടായിരുന്നു, മൂലയിൽ പോയി ഇരിക്കണേ, നമ്മൾ ആരും ശ്രദ്ധിക്കാൻ പോകണില്ല. അപ്പോൾ ഈ വേദിയിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം വേദിയിൽ നിന്ന് എന്നെ കാണും, അത് നിങ്ങളെന്താ അവിടെ ഇരിക്കണം എന്നുകൊണ്ട് വിളിച്ചിട്ട് നമ്മൾ, അപ്പം അങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അതൊരു ഗുരുനാഥൻ്റെ ഒരു ശിക്ഷണം. അപ്പം അങ്ങനെ ഒരു അതെ. സിനിമയിൽ 18 വർഷം, പക്ഷേ അതിനു മുമ്പ് നാടകം എല്ലാം കൂടെ 45 വർഷം. അതെ. അപ്പോൾ ഒരു പക്ഷെ കുഞ്ഞുനാളിലെ തുടങ്ങിയതായിരിക്കും അല്ലേ നാടകം? അതെ. അതിൽ ഗുരു ആരായിരുന്നു? എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ ക്ലാസ് ടീച്ചറാണ്. ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ മാങ്കയ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. മാങ്കയ 81-ലാണ് എൻ്റെ ലാസ്റ്റ്. 81-ൽ ഞാൻ പോരുമ്പോൾ ആ സ്കൂളിൽ നല്ലൊരു വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ 81-ൽ സ്കൂളിൽ നിന്ന് പോരുന്നത്. സ്കൂളിലെ രോമാഞ്ചമായിരുന്നു. എനിക്ക് സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ആളുകളും എന്നെ അറിയുന്ന ആളുകളും എനിക്കൊരു ഇരട്ട പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. മധുര 17 എന്നായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ പോരുന്ന സമയത്ത് നാടകം കൂടാതെ ഞാൻ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ടാണ് പോരുന്നത്. ആ കഥാപ്രസംഗം അത് ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഭയങ്കര സ്റ്റാറായിരുന്നു. പിന്നെ ഞാൻ അത്ര നന്നായി പഠിക്കണ ആളോ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിലിരുന്നാണ് പഠിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ടീച്ചർ അത്രയോട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ എൻ്റെ അപ്പൻ ഒരു വലിയ കലാകാരനായിരുന്നു. രാഘവനാശാൻ്റെ മകനാണ് ഞാൻ. സീതയുടെയും രാഘവനാശാൻ്റെയും മകനാണ് ഞാൻ. അപ്പോൾ അപ്പൻ്റെ ഒരു പേരുണ്ട്. അതെ. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും ഒരു സ്വീകാര്യതയുണ്ട്, ആശാൻ്റെ മോനാണെന്ന് പറയും. അപ്പോൾ അപ്പന് നാടകം PJ ആൻ്റണിയുടെ കൂടെയൊക്കെ നാടകം കളിച്ച് നടന്നിട്ടുള്ള ഏതാണ്ട് കേരളത്തിൽ ഈ നമ്മളുടെ ആദ്യ ഗവൺമെൻറ് വന്ന സമയത്ത് ഈ ഐക്യ കേരള കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നാടകം കളിച്ച് നടന്ന സംഘത്തിൽ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. എൻ്റെ നാട്ടിൽ ആദ്യമായി നാടകം കളിക്കുന്നത് എൻ്റെ അപ്പനടങ്ങുന്നൊരു സംഘമാണ്. അതിലൊരാൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ, ചോദ്യമാഷ് എന്ന് പറഞ്ഞു. 1955 ഞാനൊക്കെ ജനിക്കുന്നതിന് വളരെ കാലം മുമ്പ്. അപ്പം അപ്പൻ്റെ ഒരു ഇതുണ്ട്. അപ്പനെ അയ്യപ്പൻ പാട്ട്, ഭജന, കയ്യോട്ടിക്കളി, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഒരു വലിയൊരു വൈഡാണ് അപ്പൻ. അപ്പോൾ അപ്പൻ്റെ നാടക പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ നാടകത്തിൽ എപ്പോഴും നമ്മൾ അങ്ങനെ നിൽക്കാൻ തോന്നിയിട്ടില്ല, അങ്ങനെ അനുഭവിച്ചിട്ടില്ല. നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഈ ശാസ്താംപാട്ട്, അയ്യപ്പൻ പാട്ടും, ഈ ഭജനയും അതുപോലെ തന്നെ ഈ കൈകൊട്ടിക്കളിയും അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഊർജ്ജമുണ്ട് നമുക്ക്. അത് വെച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തൊട്ടടുത്തൊരു ക്ലബ്ബുണ്ട്, രചന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ആ ക്ലബ്ബിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുക. അവിടെയുള്ള ആളുകളുടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ ടീച്ചർ ആദ്യമായിട്ട് CN ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ 3 നാടകങ്ങളുണ്ട്. 3 നാടകത്രയം എന്ന് പറഞ്ഞിട്ട് ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത സിനിമയായി വന്നിട്ടുണ്ട്. അതിൽ സാകേതത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് ടീച്ചർ ഞങ്ങൾക്കൊരു നാടകം ചെയ്യുകയും ലക്ഷ്മണനായിട്ടാണ് ഞാൻ ആ നാടകത്തിൽ അഭിനയിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ നാടകം കളിക്കുകയും ആ സ്കൂളിൽ നിന്നാണ് നാടകത്തിലേക്ക് വരുന്നത് ഒരു 78-ലാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഈ രചന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ 80-ൽ ഒരു നാടകം വരികയും അതിനകത്ത് അഭിനയിക്കുകയും പിന്നെ അങ്ങനെ ആ കാലം നമ്മളെങ്ങനെ വരികയും. പിന്നെ ആ കാലത്തിൻ്റെ പ്രത്യേകത ഈ വലിയ കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ നാടകം പൂത്തു നിൽക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ കേരളക്കരയിലാകെ നാടകങ്ങളും അതെ. അപ്പോൾ എവിടെ നോക്കിയാലും നാടകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലിയ നാടകക്കാർ, ബാബുവാരി, പിന്നെ ഭയങ്കര സെലിബ്രിറ്റികളാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവരെയൊക്കെ കാണാനാണ്. പോൾസൺ താന്നിക്കൽ, ഇന്ദു ചേട്ടൻ, AR രതീശൻ ചേട്ടൻ, T അബ്രഹാം, ചന്ദ്രാസം മാഷ്, പിന്നെ അങ്ങനെ നിരവധി, ഗോപികേട്ട എഴുത്ത്, ഇങ്ങനെ നിരവധി നാടകക്കാർ, ജോസ് ചിറമൽ. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ജോസ് ചിറമൽ എന്ന് പറയുന്ന ജോസേട്ടൻ്റെ കൂട്ടത്തിൽ പോകണമെന്നായിരുന്നു. കാവാലം സാറ്, PK വേണുകുട്ടൻ സാറ്. എനിക്ക് ഇവരുടെയൊക്കെ എല്ലാവരുടെയും കൂടെ എനിക്ക് നാടകമായി സഞ്ചരിക്കാനും പ്രവർത്തിക്കാനും പറ്റി. അപ്പം അങ്ങനെയാണ് എൻ്റെ ടീച്ചർ കമലം എന്ന് ജീവിച്ചിരിക്കുന്നതാണ്. ആ ടീച്ചറാണ് എൻ്റെ ഗുരു, നാടക ഗുരു. അവിടെ നിന്നാണ് ആദ്യത്തെ നാടകം തുടങ്ങുന്നത്. സിനിമയിൽ എത്തിയ ശേഷം ശരവൺ ചേട്ടൻ മനസ്സിലാക്കിയത് അഭിനയം മാത്രം പോരാ, പലപ്പോഴും നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി ചില കണക്ഷൻസ് ഉണ്ടാക്കണം, ബന്ധങ്ങളുണ്ടാക്കണം. ഒരു നടൻ എന്ന നിലയിൽ സെൽവൻ ചേട്ടനെ വേണ്ട വിധം സിനിമ ഉപയോഗിച്ചിട്ടുണ്ടോ? വേണ്ട വിധം സിനിമ ഉപയോഗിച്ചിട്ടില്ല. അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് സിനിമേൻ്റെ അകത്തെന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. അവിടെ നമുക്ക് ആളും അർത്ഥവും വേണം. അതാണ് സംഭവം. ആളും അർത്ഥവും ഉണ്ടെങ്കിലാണ് നമുക്ക് സിനിമക്കകത്ത് നിൽക്കാൻ പറ്റും. എല്ലാവരും പറയും ഭയങ്കര കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര കഴിവുണ്ട്, നിങ്ങൾ സിനിമയിൽ പറയണ പോലെ നിങ്ങളൊരു നടനാണെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കും എന്നൊക്കെ പറയുന്നത് ഭംഗിക്ക് പറയാവുന്നതിനപ്പുറത്തേക്ക് ആളും അർത്ഥവും സിനിമക്കകത്ത് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക്. അപ്പം എന്നോട് ഇപ്പോൾ ചോദിക്കാം, നിങ്ങളപ്പോൾ ഇത്ര സിനിമ ചെയ്തത് ആളും അർത്ഥമുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വരണ സിനിമ ഗുരുതിപ്പൂക്കളാണ്. ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എന്നെ ആദ്യം വിളിക്കുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഈ പിന്നെ ബിഗ് ബി വരുന്നൊരു സിനിമ വരുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് സഹീർ അലിയാണ്. സഹീർ അലിയാണ് ആ സിനിമയിലൊക്കെ എന്നെ വിളിക്കുന്നത്. പിന്നെ അതുപോലെ ഏത് സിനിമയിലും അതിനകത്ത് കുട്ടി ശ്രാങ്ക് സഹീർ അലിയാണ് അസോസിയേറ്റ്, അദ്ദേഹം വിളിക്കുന്നത്. പിന്നെ ചിലതെല്ലാം ഒരു നിമിത്തമായി വരും, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു സംഭവിക്കും. അങ്ങനെ ഇപ്പോൾ തരംഗം എന്നുള്ളൊരു പടം വളരെ അധികം ആഗ്രഹിച്ച, നമ്മൾ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണ്. ആ പടത്തിലേക്കും ഇതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് വിളിക്കുന്നത്. ഞാൻ ഒരു 25 കൊല്ലം ചുമട്ട് തൊഴിലാളിയായിട്ട് പണിയെടുത്ത ഒരാളാണ്. ചുമട്ട് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടെയ്നർ ഫയർ സ്റ്റേഷനും ഈ ബീവറേജിൻ്റെ ഗോഡൗണും കൂടി 2 ഗോഡൗൺ പേട്ടയിൽ ജോലി ചെയ്യുന്നത്. കണ്ടെയ്നർ ഫയർ സ്റ്റേഷനിൽ വെയിറ്റുള്ള ജോലിയാണ്. 50 കിലോ 60 കിലോ വെയിറ്റുള്ള പിന്നെ കാപ്പിയുടെ ചാക്ക്, അങ്ങനെയൊക്കെ, അങ്ങനെ ഹെവി വർക്കാണ്. ഒരു ദിവസം രാവിലെ കാപ്പിപ്പണി മാത്രം ഒന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു കണ്ടെയ്നർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയർഡാവും. അന്ന് ഏതാണ്ട് ഒരു 3 കണ്ടെയ്നർ അങ്ങനെ കിട്ടാറുണ്ട്, ഭാഗ്യത്തിന് കിട്ടണത്. 3 കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം പണിക്ക് വരാൻ പറ്റില്ല, അത്ര ടയർഡാണ്. അങ്ങനെ ടയർഡായിട്ട് മൊത്തം ഇങ്ങനെ വേർത്ത് കുളിച്ച് മൊത്തം അഴുക്കിൽ നിൽക്കുന്ന നേരത്ത് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറയുന്നു, ഏയ് സെൽവരാജ്, നിങ്ങളെ കാണാൻ വേണ്ടി 2 പിള്ളേരോട് വന്ന് നിൽക്കുന്നുണ്ട്, കുറേ നേരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോവുകയും ആ 2 പേരെ കാണുകയും അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ചേട്ടനാണ് എൻ്റെ ലീഡ് റോള്, ചേട്ടൻ അഭിനയിക്കണില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ വേറെ ആളെ ആലോചിക്കുള്ളൂ, ഞങ്ങളുടെ കാശില്ല, തരാൻ പൈസ ഇല്ല, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് എൻ്റെ സംഭവം? അപ്പോൾ ഒരു 1 ലൈൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിലും നമ്മളത് ചെയ്യും. കാരണം എനിക്ക് നാടകത്തിലും സിനിമയിലും നിൽക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തൊഴിൽ തന്നെ കണ്ടുപിടിച്ചത്. എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബം ജീവിക്കണം. അപ്പം അങ്ങനെ അവർ സമ്മതിക്കുകയും അങ്ങനെ പോവുകയും ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഷോർട്ട് ഫിലിം ഷൂട്ട് കഴിയുകയും ആ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യപ്പെടുകയും മൃത്യുഞ്ജയം എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അതിനൊരു നാഷണൽ അവാർഡ്, ഒരു അവാർഡ് വരുന്നു. അത് തമിഴിൽ ധനുഷ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ കാണുന്നു. അദ്ദേഹം മലയാളത്തിലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പടത്തിൻ്റെ പേര് തരംഗം. ആ ഡയറക്ടറുടെ പേര് അരുൺ ഡൊമിനിക്. 8 വർഷത്തിന് ശേഷം ആ പടം വേണ്ട വിധത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല. 8 വർഷത്തിന് ശേഷം ഇപ്പം ലോക ചെയ്ത് അദ്ദേഹം വരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ആണ് അതിന് വഴികാട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ആരെങ്കിലും സഹായിക്കാനോ പറയാനോ. പയ്യനാണോ അരുൺ ഡൊമിനിക്? അന്ന് വാതിക്കൽ നിന്ന പയ്യനാണ് ഈ അരുൺ ഡൊമിനിക്. അരുൺ ഡൊമിനിക് മരടല്ലേ വീട്? അതെ, അന്ന് തമനത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സിനിമയിലെന്ന് പറയുന്നത് നമ്മൾ പറയണത് പോലെ അല്ല. സിനിമക്കകത്ത് എപ്പോഴും എനിക്ക് മനസ്സിലാക്കിയത്, ഇത്ര നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോടൊരു കരുണയോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നിന്ന് പോകാൻ പറ്റും. കഴിവ് പ്രധാനമാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ചേട്ടനൊരു ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഇപ്പം മറ്റേ ഫ്രൈറ്റ് സ്റ്റേഷനിലെ ജോലി നിർത്തിയോ? അപ്പം അത് 60 വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ 60 വയസ്സായപ്പോൾ ഞാൻ റിട്ടയർഡായി. 1 വർഷം ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ പിന്നെ വീട് നടക്കണം. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്. അവർ സംസ്കൃത വ്യാകരണത്തിൽ ഡോക്ടറേറ്റ് എടുത്തേക്കുന്ന ആളാണ്, ഡോക്ടർ ലീല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോനുണ്ട്, അവൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്നു. ചേച്ചിയുണ്ട്. അപ്പോൾ ഒരു സാമാന്യം വലിയൊരു കുടുംബമാണ്. അപ്പം ഞങ്ങൾ ചേച്ചി, ഞാനും വൈഫും മോനും അങ്ങനെ മാത്രമാണ്. വീട് നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് വേറൊരു മാർഗ്ഗമില്ല. അപ്പം ഞാൻ ഈ ലോഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുറേ കാലം ഓട്ടോ ഓടിച്ചു കാണുന്നതാണ്. അതും ഈ എനിക്ക് നാടകം കളിക്കണം. അന്ന് സിനിമയില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അലർജിയാണ്. നാടകം കളിച്ച് ആകാമെന്ന് തീരുമാനിച്ചു, നല്ലൊരു നടനാകുകയാണ്. അപ്പം പിന്നീടാണ് നമ്മൾ പിന്നെ നമുക്ക് സിനിമയിലേക്ക് വന്നതും ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ച് വലിയ നടനായി ഈ അങ്ങനെ വിചാരിച്ചിട്ടല്ല. നമ്മൾ പലപ്പോഴും ചവിട്ടുകളൊക്കെ കിട്ടിയ ഒരാളാണ്. ചവിട്ട് നല്ല സാമാന്യം ചവിട്ടിപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഈ എന്താണ് മാറ്റി നിർത്തപ്പെടുന്ന അങ്ങനെ കുറെ അനുഭവങ്ങൾ അല്ലല്ല, എന്താ പറയുക, നമ്മളിങ്ങനെ മാറ്റി നിർത്തൽ. അതെ, അങ്ങനെ ഉണ്ട് ഇതിനകത്ത്. എല്ലായിടത്തും ഉണ്ടാവും അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ തോന്നിയൊരു കാര്യം, ഇപ്പം വിനയ് ഫോർട്ട് നമ്മുടെ ഒരു ചങ്ങാതി, അദ്ദേഹം സിനിമയിലെ വലിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ വിനയ് ഫോർട്ട് വരുന്നതിനും എത്രയോ കാലം മുമ്പ് നമ്മൾ നാടകം കളിച്ച് തുടങ്ങിയതാണ്. വിനയ് ഫോർട്ട് വന്ന ആ പിന്നെ സംഘത്തിൽ നിന്ന് ഉള്ള ആളാണ് ഞാനും വിനയ് ഫോർട്ടും
അല്ലെങ്കിൽ വേറൊരാളും ഇപ്പം നിങ്ങളും എന്ന് വിചാരിക്കും ഒരു വേദിയിൽ ഒരു സ്ഥലത്ത് വരികയാണ്. അവിടെ വരുമ്പോൾ അവിടെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം? വിനയിക്കായിരിക്കും. കാരണം അയാൾ സിനിമയാണ് അയാളുടെ മേഖല. പക്ഷെ അയാളേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ്, നാടകം, ജീവിതം. നാടകം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗം. ഞാൻ അങ്ങനെയാണ് നാടകത്തെ കണ്ടിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നാടകം. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമെന്നോ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്നോ. കാരണം ഇതൊന്നും ഇൻകമില്ല, തിരിച്ചൊന്നും കിട്ടില്ല. അമേച്വറാണ്, തിരിച്ചൊന്നും കിട്ടില്ല. കൊമേഴ്ഷ്യലാന്ന് പറഞ്ഞാലും അങ്ങനെ നമുക്ക് എത്ര തിരിച്ചു കിട്ടാൻ ഇല്ല. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാടകം കൊണ്ടുപോകുന്നു. നമുക്ക് ജോലി ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. അപ്പം നമ്മൾ തഴയപ്പെടും പല സമയത്തും. കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ പടികൾ കയറി വരികയും നമ്മളിപ്പോഴും നാടകമെന്നും പറഞ്ഞ് നിൽക്കുകയും. അപ്പോൾ നമുക്ക് അതും കൂടി വേണം, ഇത് മാത്രം പോരാ, നമുക്ക് സിനിമയും കൂടി വേണം, എങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ എന്നത് കൊണ്ട് പിന്നീട് നമ്മൾ സിനിമയിലേക്ക് അങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ രാജൻ ചേട്ടനെ പോലത്തെ എൻ്റെ ചേട്ടൻ, അദ്ദേഹമാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു വേദി, ഒരു വഴി തുറന്നു തരുന്ന അദ്ദേഹമാണ്. അപ്പം ഈ നാടകത്തിലാണെങ്കിലും നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് അതുവഴി നമ്മൾ വേറെ വഴികൾ തേടണം. സിനിമ വേണം. അതെ അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇപ്പം ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഇപ്പം ഈ ഓട്ടോ ഓടിക്കുമ്പോൾ ഒരുപാട് യാത്രക്കാരാണ് അത് കയറുമല്ലോ. ഇവരിൽ നിന്നൊക്കെ കഥാപാത്രങ്ങളുടെ ഇൻപുട്സ് കിട്ടുമോ പല ആൾക്കാരെ കാണുമ്പോൾ? ഇപ്പം ഞാൻ പറയാം, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനൊരു കാരണം ഒരു ഓട്ടോ യാത്രയാണ്. അതെ അതെ അതെ. എൻ്റെ അടുത്ത് ഇന്നലെ വണ്ടി വീട്ടിൽ കയറ്റാൻ പോകുന്ന സമയത്താണ് ഒരാൾ വന്ന് കൈ കാണിക്കണത്. എനിക്ക് തൃപ്പൂണിത്തുറ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വണ്ടി കയറി തൃപ്പൂണിത്തുറ കയറി എത്രയോ പേര് കയറി അങ്ങനെ പോണ സമയത്ത് നിങ്ങൾ ഒരു വിനയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു, അതിൽ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന പോലെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് ഞാൻ ഇന്ന ആളുടെ എൻ്റെ വൈഫാണെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരൊറ്റ കാരണമാണ് ഇന്നിവിടെ എനിക്കിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ നിരവധി ആളുകൾ ഓട്ടോയിൽ സഞ്ചരിക്കുകയും ഇങ്ങനെ ചോദിക്കുകയും ഇങ്ങനെ പറയും, അങ്ങനെ പറയാറുണ്ട്. അതൊരു വലിയ തിരിച്ചറിവാണ്. പക്ഷേ അതൊരു ജീവിതമാർഗം എന്ന രീതിയിൽ നമ്മൾ അത് കൊണ്ടുപോകുന്നു. ആരുടെ അടുത്തും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാളുടെ കീഴിൽ ജോലിക്കൊക്കെയാണെ നാളെ ഞാൻ ലീവ് വേണമെന്ന് എനിക്ക് ചോദിക്കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ ലീവ് എടുക്കാം, നമുക്ക് തന്നെ പോകാം, തുച്ഛമായ പൈസ കൊണ്ട് ജീവിച്ചു പോകാം. ഈ നാടകത്തിലും സിനിമയിലും അഭിനയിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അഭിനയം എന്ന കല അതിൻ്റെ ഏറ്റവും ഒരു മൂർത്തിമത്ത ഭാവം സിനിമയിലാണോ നാടകത്തിലാണോ? രണ്ടിലും അഭിനയത്തിന് 100% പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ട്. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നാടകം മുന്നിലിരിക്കുന്ന ഏറ്റവും അവസാനിരിക്കുന്ന ആൾ വരെ കാണണം നാടകം കളിക്കുമ്പോൾ. അപ്പോൾ അത്ര എലാബറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, ഭാവത്തിൽ, വർത്തമാനത്തിൽ, നിപ്പിലൊക്കെ. സിനിമക്കകത്ത് വരുമ്പോൾ അത് പറ്റില്ല, ക്യാമറയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നാച്ചുറൽ ആകാമോ, റിയൽ ആകാമോ അത്രത്തോളം റിയൽ ആകണം. മറ്റൊന്ന്, നാടകത്തിൽ നമ്മൾ ഒരു നാടകം കളിക്കുമ്പോൾ അത് 10 20 ഇപ്പോൾ കർണഭാരം പോലുള്ള അല്ലെങ്കിൽ ലങ്കാലക്ഷ്മി പോലുള്ള അല്ലെങ്കിൽ ലോകധർമ്മി ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള ഏത് ആളുകളും ചെയ്തേക്കുന്നത് നാടകം ചുരുങ്ങിയത് 1 വർഷം വരെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കർണഭാരം 1 വർഷത്തെ പ്രാക്ടീസിൻ്റെ ഫലമാണ്. ലങ്കാലക്ഷ്മി ഏതാണ്ട് 1 വർഷത്തെ പ്രാക്ടീസിൻ്റെ ഫലമാണ്. അത് ലോകധർമ്മി ചെയ്തേക്കണ ഏത് പ്ലേ എടുത്താലും അത് 1 വർഷത്തെ. കാരണം ഒരു സ്കൂൾ എന്ന രീതിയിൽ ഇന്ന് ഈ വർഷം ക്ലാസിക് തിയേറ്ററെ കുറിച്ചാണ് പഠിപ്പിക്കണമെങ്കിൽ ഒരു നാടകം ഉണ്ടാവും. മോഡേൺ തിയേറ്റർ ആണെങ്കിൽ ഒരു നാടകം ഉണ്ടാവും. കണ്ടംപററി ആണെങ്കിൽ ഒരു നാടകം ഉണ്ടാവും. അപ്പോൾ ഒരു വർഷം എടുക്കും. ഇപ്പോൾ ക്ലാസിക് നാടകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ എന്താണ് ക്ലാസിക് നാടകം, ആരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് പഠിച്ച് ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും. ആ ഒരു പ്രൊഡക്ഷനായിരിക്കും ആ നാടകത്തിൽ ആ 1 വർഷം ഉണ്ടാകുക. അപ്പം നമുക്ക് അത്രയും കാലം നമ്മൾ ആ ഒരു നാടകം അവസാനമൊക്കെ ആകുമ്പോഴാണ് ഇത് നാടകം കളിക്കണമെന്ന് തീരുമാനിക്കണം. അപ്പം നമുക്ക് നാടകം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള പരിശീലനമുണ്ട്. ആ പരിശീലനം ചിലപ്പോൾ ആ തുടക്കത്തിലുണ്ട്, അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്ന് അങ്ങനെ നമ്മൾ പക്കയായിട്ടായിരിക്കും നമ്മൾ സ്റ്റേജിൽ വരിക. അപ്പം നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, അത് ചെയ്യാം. ഒപ്പം നമുക്ക് ഓർത്തു വെക്കാം. നല്ല ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഇംപ്രവൈസേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതകളുണ്ടോ എന്നൊക്കെ ഓർത്തു വെക്കാം. പക്ഷേ ഓർത്തു വെച്ചൊന്നും വന്നോളണമെന്നില്ല. ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. സിനിമക്കകത്ത് അങ്ങനെയല്ല. സിനിമക്കകത്ത് നമ്മുടെ അടുത്ത് ചില ആളുകൾ നമുക്കൊരു റൺ ത്രൂ ക്യാരക്ടറാണെങ്കിൽ നമ്മളോട് മൊത്തം ക്യാരക്ടർ തന്നെയാണ്, കഥ തന്നെയാണ്, വൺ ലൈൻ അതൊക്കെ പറയും. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞോളണമെന്നില്ല, അതിൻ്റെ കുറച്ച് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഡയലോഗ് നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഡയലോഗ് തരിക. സിറ്റുവേഷനൊക്കെ അപ്പോഴായിരിക്കും പറയുക. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് നമുക്ക് വെല്ലുവിളിയാണ്, നിസ്സാര കാര്യമല്ല അത്. അപ്പോൾ കുട്ടി ശ്രാങ്ക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത്
സ്ക്രിപ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത് മരണപ്പെട്ട് വെള്ളത്തിൽ വീണ് മരിച്ചു കിടക്കുന്ന സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആശാനെ നോക്കി കരയുന്ന പാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടർ, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു നമ്മൾ ചെയ്ത് ഞങ്ങൾക്ക് തീരുമാനിച്ച് സെറ്റിൽ പോകുന്നു. അപ്പോൾ ഒരു പുഴയുടെ തീരത്താണ്, വലിയൊരു പുഴയുടെ തീരത്താണ്. അപ്പോൾ ഡയറക്ടർ പിന്നെ അസോസിയേറ്റിനോട് സഹീറിനോട് ചോദിക്കുന്നു, സഹീറെ പാഞ്ചി അങ്ങനെ നീന്തി വരാൻ പറ്റുമോ എന്ന് ചോദിക്കണേ. അപ്പോൾ എന്നോടൊന്ന് ചോദിക്കണേ, സാറ് പറഞ്ഞു ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ നീന്തി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നീന്തി വരാൻ പറ്റും എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഇത് മാറണേണ്. അപ്പോൾ അതുപോലെ പല സിനിമകളും ചെയ്യുന്ന ആൾ ആ സമയത്ത് നമ്മൾ പലരും സത്യനന്ദിക്കാടനെ പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ, ഈ ശ്രീനിവാസനെ പോലുള്ള ആളുകൾ, അങ്ങനെ മഹാനടന്മാരുടെ അന്നേരം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വരികയാണത്. അപ്പം അതൊരിക്കലും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണമല്ല. അപ്പോൾ അത് ഭയങ്കര വെല്ലുവിളിയായിരിക്കും അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അവിടെ സമയമില്ലല്ലോ. നമ്മൾ പറയുന്ന സംഗതികൾ ഒരു 4, 3, 5 ടേക്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടേക്കിൽ അറിയില്ല. എത്രയും ചുരുങ്ങിയ സമയത്ത് ഡയറക്ടർക്ക് വേണ്ടത് എന്താണോ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ആക്ടർക്ക് സിനിമക്കകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു ആക്ടർക്ക് സിനിമക്കകത്ത് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതിന് അവസരങ്ങൾ വേണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അങ്ങനെയാണത്. ഇപ്പോൾ കുറച്ചുകൂടി കമേഴ്ഷ്യൽ സിനിമകളിലേക്ക് ശ്രദ്ധ തിരിക്കായിരുന്നു എന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും, ഒരു സാമ്പത്തിക വശം നോക്കിയിട്ട്? അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കിട്ടിയ സിനിമകളിൽ പോയി എന്നുള്ളതാണ്. അതൊരു അങ്ങനെ ഒരു ചാൻസ് കിട്ടി, അതിൽ പോയി അതിൻ്റെ അത് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടിയത് ഏതാണോ അതിലങ്ങനെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ഇന്നതിലേ പോകാമെന്ന് ആഗ്രഹിക്കാമെന്നല്ലേ ഉള്ളൂ, നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് എന്നോടും പലരും പറയണം, നിങ്ങൾ അങ്ങനെ ഒരു സിനിമയിൽ പോയാൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലാണ് പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങനെ ആകാം. പക്ഷെ അങ്ങനെ കിട്ടണ്ടേ, അത് കിട്ടിയത് പോയി, അത്രേ ഉള്ളൂ. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോൾ എല്ലാവരെയും കാര്യം പറയല്ല, പലരും ഒരു സിനിമയിൽ അഭിനയിച്ചാലോ 1-2 സിനിമയിൽ അഭിനയിച്ചാലോ പിന്നെ ഒരു മനസ്സിനകത്ത് തന്നെ ഒരു ഈഗോ ഉണ്ട്, നമ്മളൊരു സിനിമാ താരമാണ്, അല്ലെങ്കിൽ നമ്മളൊരു TV-യിൽ ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഒരു ഓട്ടോ ഓടിക്കാനോ ചുമടെടുക്കാനൊന്നും പിന്നെ പോകില്ല. പക്ഷെ അതൊന്നും അങ്ങനൊരു തോട്ട് പ്രോസസ് ഒരിക്കലും സെൽവൻ ചേട്ടൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഞാനപ്പോൾ അവിടെ എപ്പോഴും അവിടെ കാണാം, അങ്ങനെ എല്ലാവരോട്ടും വർത്താനം പറഞ്ഞിരിക്കുന്നത് കാണാം. ഒരു ഈഗോ എന്നൊരു സംഭവം മനുഷ്യനെ എത്രമാത്രം ഹേർട്ട് ചെയ്യും? അതായത് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ പറ്റി പറഞ്ഞാൽ ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ആയാണെന്ന് വെറുതെ ഭംഗി വാക്ക് പറയല്ല. ഇപ്പം സിനിമ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുരുതിപ്പൂക്കൾ അല്ലെങ്കിൽ ബിഗ് ബി ഇതുപോലെ സിനിമയിലൂടെയാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. ആ കാലത്തെ സിനിമകളും അതിന് മുമ്പുള്ള സിനിമകളും ഇപ്പോൾ വരുന്ന സിനിമകളിലും തമ്മിലുള്ള അഭിനയ രീതിക്ക് വളരെ മാറ്റമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഓരോ ടെക്നോളജി ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണേ. അപ്പം നമ്മൾ അങ്ങനെ മാറുന്ന സിനിമയിൽ നമുക്ക് നിൽക്കണമെങ്കിൽ ആ മാറ്റത്തെ നമുക്ക് പഠിക്കാൻ കഴിയണം. അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ മനസ്സിലാക്കുക. അപ്പോൾ വിനയ് ഫോർട്ടിനെ പോലത്തെ എൻ്റെ ചങ്ങാതി ആണെങ്കിൽ പോലും ഞാൻ അയാളുടെ അടുത്ത് ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പറയാറുണ്ട് ഞാനാണ് അദ്ദേഹത്തിനെ സിനിമയ്ക്ക് കൊണ്ടുവരാനായിട്ടൊരു സാധ്യത ഉണ്ടാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം എൻ്റെ ഒരു എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ചിലപ്പോൾ അയാൾ എൻ്റെ ഗുരു എന്നും അങ്ങനെ അങ്ങനെ ആവും. നിങ്ങൾ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ആശാനാണ് അല്ലേ. അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ സിനിമക്കകത്ത് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണത്. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്ത് ഇപ്പം ഞാൻ ഒരു നല്ല കലാകാരനാകുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ നല്ല റോൾ അഭിനയിച്ച നല്ല കലാകാരനാകുക ഇല്ല. നല്ല പാട്ട് പാടിയ ഒരാളൊരു അവാർഡ് കിട്ടിയെന്ന് വെച്ചാൽ നല്ല പാട്ടുകാരനാവില്ല. അപ്പം ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും, ഞാൻ ഇപ്പോൾ ഒരു വലിയ ഡയറക്ടറായെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ നടനായെന്നോ തോന്നലുകൾ. പിന്നെ സ്വീകാര്യത, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ സ്വീകരിക്കണേ, നടൻ വന്നേക്കണം അല്ലെങ്കിൽ അങ്ങനെ അയാൾ വന്നേക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ സംഗതികൾ വരണത്. അങ്ങനെ സ്വീകാര്യത അപ്പോൾ ചോദിക്കും, നിനക്ക് നാളെ അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടും, നിങ്ങൾ അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും എനിക്കാകാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാവരോടും ഒരുമിച്ച് കൂടെ നിൽക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും, ഇപ്പം ഞങ്ങളുടെ നാടക സംഘത്തിലാണെങ്കിൽ പോലും ആര് വന്നാലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക. അതാണ് നമ്മളുടെ ലൈഫിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഞാൻ എന്ത് പണിക്കും പോകും, എനിക്ക് ഇന്ന പണിക്ക് പോകണമെന്നൊന്നുമില്ല, ഞാൻ എന്ത് പണിക്കും പോകും, എനിക്ക് പൈസ കിട്ടണം. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ജീവിക്കണം. വേറെ അനുഭവം പറയാം. എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ട് പറയാണ്, ഒരു സ്ഥലത്ത് കുറച്ച് ജോലിയുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ ജോലിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇലക്ട്രിക്കൽ പണി അറിയാം, പ്ലംബിങ്ങിൻ്റെ പണി അറിയാം, എന്ത് പണി അറിയാൻ പാടില്ലെന്ന് വെച്ചാൽ എന്തായാലും തൊട്ടൊക്കെ അറിയാം, അതൊക്കെ നമ്മൾ ചെയ്യും.
അപ്പോൾ ഒരു സ്ഥലത്ത് ഈ കുറച്ച് പ്ലംബിംഗ് പണിയുണ്ട്, അതിങ്ങനെ സെപ്റ്റി ടാങ്ക് ഇങ്ങനെ ബ്ലോക്കായിരിക്കും, അത് ചിലപ്പോൾ അത് മാന്തണ്ടി വരും, നമുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു കാശ് തരുമോ? പറഞ്ഞു പൈസ കിട്ടും, പൈസ തരും. 500 രൂപ 1000 രൂപ ആണ് ഞാൻ ഇട്ടാണ്. പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു ദിവസം 2000 രൂപ കിട്ടും, പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എത്ര ദിവസം പണിയണം? ഒരു ദിവസം. നമ്മൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്നേഹിതൻ്റെ കൂടെ ആ സ്ഥലത്ത് ചെല്ലണേ. അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് ഒരു വലിയ മലയാള സിനിമയിൽ വലിയ ഇതായിട്ടുള്ള ഒരു ആക്ടറുടെ വീടാണെന്നല്ല, ആക്ടറെ പറയില്ല. അപ്പോൾ അവിടെ ചെല്ലണേണ്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റേ അത് സിനിമയിൽ അഭിനയിച്ചാൽ പറഞ്ഞാൽ അതെ നിങ്ങൾ, ഞാൻ പറഞ്ഞു ഞാൻ എന്താ ജോലിക്ക് വന്നേക്കണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ നമ്മളോട് ഇദ്ദേഹം അങ്ങനെ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ വൈഫ്, അവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ട്, വൈഫ് പറയണത് ഇദ്ദേഹം മറ്റേ സിനിമയിലല്ലേ, അപ്പോൾ എന്ത് ഇതിൽ വന്നേക്കണത്? അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചേക്കാം. എനിക്കതിലൊരു വലിയ നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ വിശക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അരി വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം പറയല്ല, മനസ്സിലായി. പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇത്ര സിനിമയിൽ വന്നാൽ, ഇത്ര നാടകത്തിൽ വന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. നമ്മളിപ്പോഴും ഓട്ടോറിക്ഷ, ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വന്നതും ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന ജോലി, ഇപ്പോൾ ചോട്ടുതൊഴിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 25 കൊല്ലം ഞാൻ ചോട്ടുതൊഴിലാളിയായി. ഏറ്റവും നല്ലൊരു നടനാകണം, ഏറ്റവും നല്ല നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ജോലി ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് ഇന്ന ജോലി ചെയ്യണമെന്നില്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജീവിതമാണ് മുമ്പിൽ. പക്ഷേ പലപ്പോഴും നമുക്ക് ഒരു വർക്കിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിൽക്കണം. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഫുള്ളായി നിൽക്കേണ്ടത് കൊണ്ട് ഒരു പക്ഷേ ആ പണിക്ക് പോയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിന് പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങളുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കണം, നിങ്ങൾ എൻ്റെ വലിയൊരു ചങ്ങാതിയാണെന്ന്. പക്ഷേ ഞാൻ മാത്രം ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കണം. ഈ ഒരു കലാജീവിതവും ഈ പൈസ ഉണ്ടാക്കുന്ന ഒരു ഉപാധി, അതായത് ചേട്ടൻ ചെയ്യുന്ന ജോലി, ഇത് ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഇവിടെ നിന്ന് അരി വാങ്ങിയില്ല, അല്ലെങ്കിൽ ഇന്ന് പാല് മേടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്, ജീവിക്കാനുള്ള സാമ്പത്തികം അതില്ലാത്തതുകൊണ്ടാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം പറ്റുന്ന പോലെ, ഞാൻ പറഞ്ഞ എൻ്റെ വൈഫിനും ഒരു താൽക്കാലിക ജോലിയുണ്ട്. അവർ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഗസ്റ്റ് ലെക്ചർ എന്ന രീതിയിൽ ഇപ്പോൾ തിരൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സ്ഥിരം ജോലിയല്ല, മലപ്പുറം തിരൂരാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെ താമസിക്കുക, തിങ്കളാഴ്ച പോകുക, വെള്ളിയാഴ്ച വരിക, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചെറിയ ജോലിയുണ്ട്. ഞാൻ ഈ ജോലിയുള്ളത് കൊണ്ടും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യം നിറയെ കടമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. എന്തിനാണെന്നാണ് പറയുന്നത്, നല്ലോണം കടമുള്ള ആളാണ്, നല്ല കടത്തിൽ മുങ്ങിക്കുന്ന ഒരാളാണ്. പക്ഷേ വീട്ടിൽ വരുമ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ ഇപ്പോൾ വരെ പറ്റുന്നത് കൊണ്ട് എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്കത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതിൽ നിൽക്കാൻ പറ്റുന്നത്. തിരിച്ചൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ നിൽക്കണം. പക്ഷെ നമുക്ക് കിട്ടിയതെല്ലാം നല്ല സൗഹൃദങ്ങൾ. പിന്നെ കേരളത്തിൽ മൊത്തം സഞ്ചരിക്കാൻ പറ്റി. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 2, 3, 4 സ്ഥലങ്ങൾ ഒഴികെ സഞ്ചരിക്കാൻ പറ്റി. അതൊക്കെ വലിയ കാര്യമല്ലേ. 35 രൂപ പോക്കറ്റിലിട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നാടകം കളിക്കാൻ പോയ ആളാണ്. ശരി, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്ന പോലെയാണ് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. അതൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ്. അത് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ചന്ദ്രാസൻ മാഷ്, അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ഗുരുനാഥനെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആൾ ജോസ് ചെറമൽ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നാടകം കളിക്കാൻ പറ്റി. കാവാലം സാറിൻ്റെ, ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ അവിടെ വരട്ടെ സോപാനത്തിൽ, എന്നെ കൂട്ടത്തിൽ കൂട്ടുമോ? കാവാലം സാറിനോട് നേരിട്ട് ഞാൻ ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞ് എനിക്ക് നിന്നെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ, നിനക്ക് അവിടെ ഒന്ന് നിന്ന് ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലും ജോലി നോക്കി ജീവിച്ചാൽ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം. അപ്പം അങ്ങനെ പി കെ വേണുകുട്ടൻ നായർ, ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ആ സിനിമ വരുന്നതിന് മുമ്പ് ആ സിനിമയുടെ സ്റ്റോറി അതൊരു ഇംഗ്ലീഷ് കഥയാണത്. ഡബ് ഡാൻസർ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അസിഫ് കരിമ്പോയി എന്ന് പറഞ്ഞൊരാൾ എഴുതിയതാണ്. ജോർജ് എന്ന് പറഞ്ഞൊരാൾ ആണത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പി കെ വേണുകുട്ടൻ നായർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ആ നാടകം സംവിധാനം ചെയ്തേക്കുന്നത്. ഡബ് ഡാൻസർ എന്നാണ് ആ നാടകത്തിൻ്റെ. ശരി, ആ നാടകത്തിൻ്റെ എന്താ സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റാണ് മണിച്ചിത്രത്താഴ്. ശരി, മധുമുട്ട് എഴുതിയ. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നാടകത്തിൽ നിൽക്കാൻ പറ്റുക, അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. പ്രബീർ ഗുഹ, ബംഗാളിലെ വലിയ നാടകക്കാരൻ, അതൊന്നും നിൽക്കാൻ പറ്റുക. സബ്ദർ ഹാഷ്മി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ ഗ്രൂപ്പിൽ പോകാൻ പറ്റുക. അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റിയത് ഇത് കൊണ്ട് നിന്നതാണ്. അതൊക്കെ ഒരു വലിയ സമ്പാദ്യമല്ലേ, ഒരു നേട്ടമാണ്. സാമ്പത്തികമായി നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അതൊരു നേട്ടമാണ്. പക്ഷേ ഇനി നമുക്ക് സാമ്പത്തികം വേണം, കിട്ടണം. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, സിനിമാക്കാരോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കണം എന്നൊരു
വിളിക്കും എന്ന് വിചാരിക്കുന്നത്. എന്നാലും അംഗീകരിക്കും ചേട്ടാ, അംഗീകരിക്കപ്പെടും. അപ്പോൾ ഇത്രയും സിനിമകളായി, ഇനിയത്തെ സിനിമകൾ എന്തൊക്കെയാണ്? ഇനിയത്തെ സിനിമകൾ ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡിപ്ലോമ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കുറേ പിന്നെ ഫെസ്റ്റിവലുകളിലേക്ക് പോകാവുന്ന, അതിനകത്തൊരു പട്ടാളക്കാരനായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. ഞാനും അമലുണ്ടല്ലോ, അദ്ദേഹമാണ് അതിനകത്ത് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മനു അശോകൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വെബ് സീരീസ് ഉണ്ട്, അതിലൊരു ഉപദേശിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത് വരാനുണ്ട്. പിന്നെ എന്താണ് തമ്പി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ ഓൾറെഡി ഷൂട്ട് 2 ദിവസം കൂടി ഇനി ക്ലൈമാക്സ് ഷൂട്ട് നടക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ വന്നേക്കണത് ഗണപതി, ശ്രീനാഥ് ബാസി, സാജൻ പള്ളുരുത്തി, അവരെയൊക്കെ ഒരു കോമ്പിനേഷൻ അതുണ്ട്. പിന്നെ ഇപ്പോൾ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞൊരു പടം, അതിപ്പോൾ 40 ദിവസം ടോവിനോ അഭിനയിക്കുന്ന പള്ളിച്ചട്ടമ്പി ഓൾറെഡി ഇപ്പോൾ ഷൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു വേഷം എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ നവംബർ ലാസ്റ്റിലായിരിക്കും എൻ്റെ സമയം വരിക. ഒരു ബാലിത്തെയ്യം ചെയ്യുന്ന ഒരു ആശാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒരു പുതിയ പടത്തിൻ്റെ ഒരു സംഗതി ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു ധാരണയിൽ വന്നിട്ടുണ്ട്. ഇന്ദ്രൻസാണ് അതിൻ്റെ അകത്ത് ലീഡ് റോൾ അഭിനയിക്കുന്നത്. അതിപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ പുതിയ പടങ്ങളുടെ പണികൾ അങ്ങനെ നടക്കുന്നുണ്ട്. തെളിഞ്ഞ് വരട്ടെ.